ഓസ്ട്രേലിയക്ക് പോകാനുള്ള വിസ റെഡി ആയതിൻ്റെ സെപ്റ്റംബറിൽ ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞായിരുന്നു. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാനപ്പോൾ ഓസ്ട്രേലിയയിൽ പോയി വിസിറ്റിനാണ് പോയത്. ഡിസംബറിലാകുമ്പോഴത്തേന് എൻ്റെ വിസിറ്റിംഗ് വിസ തീരും. ആ സമയമാകുമ്പോഴത്തേന് തന്നെ എൻ്റെ പഠന വിസ റെഡിയായി. അത് കഴിഞ്ഞ് ഞാനൊരു ജോലിക്ക് വേണ്ടി ഞാനിവിടെ IT ചെയ്തുകൊണ്ടിരുന്നത്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ പോകുമ്പോഴത്തേനും നമ്മുടെ ആ 3 വർഷത്തെ എക്സ്പീരിയൻസ് അവർ കുറയ്ക്കും. കാരണം ഇവിടെ ചെയ്തിട്ട് പോയതുകൊണ്ട് അവിടുത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ ഉടമ്പടിയിലായതുകൊണ്ട് എങ്ങനെയായിരുന്നാലും മാതാവ് എനിക്ക് നേടിത്തരും എന്നുള്ളൊരു വലിയ വിശ്വാസത്തിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. ഒരു 1.5-2 മാസത്തോളം ഞാൻ അയക്കുന്ന ഒന്നിനും ഒരു റെസ്പോൺസ് ഇല്ല. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി കുറച്ചുകൂടെ തേച്ച് നോക്കി. കാരണം ഞാൻ പോയപ്പോഴത്തേനും പത്രമൊക്കെ ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയായിരുന്നു. പക്ഷേ ഈ പത്രം കൊടുത്ത് തുടങ്ങിയതിന് ശേഷമാണ് എന്തോ ഒരു മൂവ്മെൻറ്റ് വരാൻ. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു. ഒരു 2-3 ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് കഴിഞ്ഞു. എല്ലാ ഇൻ്റർവ്യൂവിനും മാതാവിനെ പിടിച്ചെടുത്ത് മാതാവ് ഞാനല്ല പറയാൻ പോകുന്ന മാതാവ് ഇൻ്റർവ്യൂവിന് റെസ്പോണ്ട്. അത് മാത്രമല്ല ഓസിയോളാണ്. അപ്പം കുറേയൊക്കെ സ്ലാങ് നമുക്ക് മനസ്സിലാവത്തില്ല. ഞാൻ പറയുന്ന ഇംഗ്ലീഷ് എന്തുവാണെന്ന് പോലും എനിക്ക് ചില സമയത്ത് ഞാൻ ഭയങ്കര വണ്ടർ അടിച്ച് പോകും. ശരിയാണോ പറഞ്ഞത്? അവരിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കും. എന്തോ അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ. പക്ഷേ ആദ്യത്തെ 2-3 ഇൻ്റർവ്യൂ പോയി. അതൊന്നും എനിക്ക് കിട്ടിയില്ല. ലാസ്റ്റ് വീക്ക് മൺഡേ എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവർ ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ വെച്ചു. ഭയങ്കര ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ്, ഞാൻ ചെയ്യാത്ത സാധനങ്ങളൊക്കെ അവർ ചോദിച്ചത്. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ എക്സ്പീരിയൻസ് അതിന് മാച്ച് ആവുന്നില്ല എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് വന്നത്. പക്ഷേ അവരുടെ ടീമിലോട്ട് തന്നെ വേറൊരു മിഡ് ലെവൽ ഡെവലപ്പറിനെ എടുക്കുന്നുണ്ട്. അതിൻ്റെ അവർ ആ ഒരു ഓപ്പണിങ്ങിനെ കുറിച്ച് ഇതുവരെ ലിങ്ക്ഡിൽ പോസ്റ്റ് പോലും ഇട്ടില്ല. അതെനിക്ക് ഉറപ്പാണ്. ആ മാതാവ് എനിക്ക് വേണ്ടി ആ ഓപ്പണിംഗ് തുറന്ന് തന്നെയാണ്. എന്നിട്ട് അതിലോട്ട് ഇൻ്റർവ്യൂ എടുക്കട്ടെ, രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് അതിനെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഓക്കെ ഞാൻ സമ്മതിച്ചു. അടുത്ത സെക്കൻഡ് ലെവൽ ഇൻ്റർവ്യൂ വന്നു. 1 മണിക്കൂർ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഒരു കുറേ കൂടെയൊക്കെ ടെക്നിക്കലാണ് ചോദിച്ചത്. ശരിക്കും ബാക്കിയുള്ള ഇൻ്റർവ്യൂവിനെക്കാട്ടിലും ഭയങ്കര ടെൻഷൻ അടിച്ച് ഓക്കെ ഇത് കിട്ടത്തില്ല എന്ന് ഞാൻ തീർത്ത് ഉറപ്പിച്ചൊരു ഇൻ്റർവ്യൂ ആയിരുന്നു ഇത്. 1 ദിവസമായി 2 ദിവസമായി റെസ്പോൺസ് ഒന്നും ഇല്ല. അപ്പോൾ ഞാൻ കരുതി ഓക്കെ അപ്പോൾ ഇനി ഇത് കിട്ടത്തില്ലായിരിക്കും. പക്ഷേ 3ാമത്തെ ദിവസം ആയപ്പോഴത്തേനും രാവിലെ അവർ വിളിച്ചിട്ട് ചോദിക്കുക എങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, റിക്രൂട്ടർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി പാടായിരുന്നു, അധികം ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല. അവർ കുഴപ്പമില്ല, എടുക്കാൻ വേണ്ടി റെഡിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ച പാക്കേജിനെക്കാട്ടിലും കൂടുതൽ അവിടെ ഒരു ബിഗിനർ ലെവലിൽ കയറുന്ന ആക്കും ഇത്ര വലിയ പാക്കേജ് കിട്ടത്തില്ല. എനിക്ക് അതിനു മുമ്പ് വന്ന പാക്കേജ് എല്ലാം കുറവായിരുന്നു. അപ്പോൾ മാതാവ് എനിക്ക് ഇത്രയും വെയിറ്റ് ചെയ്യിപ്പിച്ചത് എനിക്ക് നല്ലൊരു ഇത് തരാൻ വേണ്ടി ആയിരുന്നു.